പാറുട്ടാ കാശി മോനെ കാശി ചക്കരല്ല നമ്മുടെ പൊന്നാരേ കണ്ണുറന്നേ വാ എനിക്ക് എനിക്ക് നമ്മുടെ സുന്ദരി കുഞ്ഞാറ്റ് എണീക്കടാ. അരമണിക്കൂർ സമയം ഇവരെ എഴുന്നേൽപ്പിക്കാൻ തന്നെ വേണം കേട്ടോ. പിന്നെ ചടപടയെന്നും പറഞ്ഞ് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് ഇവരങ്ങോട്ട് പൊക്കോളൂ. ഇനിയിപ്പോൾ വേറൊരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ പൂക്കൾ ഇടാനായിട്ട് ഇരിക്കണമല്ലോ. ഇതാണ് കുറച്ച് മടിയുള്ള പരിപാടി. ഈ പൂ പറിക്കലും ഈ കളമിടലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വീട്ടിലെ പൂ കഴിയുന്നവരെ വീട്ടിലെ പൂ കൊണ്ട് നമ്മളൊരു നല്ല കളം വരയ്ക്കും. അത് കഴിഞ്ഞാൽ നാട്ടിലെ പൂ എടുത്തിട്ട് നമ്മൾ കളമിടും കേട്ടോ. ഈ ചെട്ടിമല്ലിയുടെ ഇലയും ഈ കൊട്ടക്കാവടിയുടെ പൂ ഉണ്ടെങ്കിൽ കളം നല്ല കളറാവും തന്നെ പറയാം. ഇന്ന് കളമിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷെ ഇന്നത്തെ കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിന്നെ ചിങ്ങം ഒന്നും കൂടിയാണല്ലോ. ഒരു പണി കിട്ടിയില്ല എൻ്റെ ദേവി. കഴിഞ്ഞ ദിവസം ബിസിനസ് ഡീൽ ചെയ്യുന്ന വാട്സപ്പ് നമ്പർ അടിച്ചു പോയതിന്റെ പരാതി ദേവിനോട് കുറച്ചധികം ഞാൻ ബോധിപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തെക്കേ മുറിയിലേക്ക് കയറി. എന്താണെന്നറിയില്ല, ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഈ റൂം വൃത്തിയാക്കി വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് കൊറിയർ വന്നത് കാരണം റൂം അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാറുമോളുടെ യൂണിഫോം, പിള്ളേരുടെ പാൻറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു സംഭവത്തിലാക്കിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ മൂലയിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വെക്കാൻ വേണ്ടി വേറൊരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ അമ്മയുടെ റൂമിലേക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ മേടിച്ചില്ലേ, ഒരു 6 ഷെൽഫുള്ളത്, സെയിം സാധനം. അപ്പം ഞാൻ അല്ലൂട്ടനൊക്കെ വന്നിട്ട് അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സെറ്റ് ചെയ്യാൻ. അല്ലൂട്ടനെ കൊണ്ട് ഒറ്റയ്ക്കാണ് ഇത് മൊത്തം ഞാൻ ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല 5 ഷെൽഫാണ്, 5 കളറിലാണ് വരുന്നത്. ഇതിലാണ് ആദ്യം നമ്മൾ പാൻറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലാവുമ്പോൾ ഞാനിപ്പോൾ 5 ഷെൽഫ് ഉണ്ടെങ്കിൽ 5ലും 5 തരത്തിലുള്ള ഡ്രസ്സാണ്. ഒന്ന് പാറുൻ്റെ പാൻറ്റീസും കാര്യങ്ങളും സ്കൂൾ റിലേറ്റഡ്, പിന്നെ അല്ലൂട്ടൻ്റെ അവരൊക്കെ സെപ്പറേറ്റ് എല്ലാം വെച്ചുകൊണ്ട്, പിന്നെ ഇതിൽ മരുന്നുകൾ വെക്കാം, നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് വെക്കാം, എല്ലാം വെക്കാം കേട്ടോ. അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യാം. ഞാൻ അമ്മയുടെ റൂമിലുള്ളത് കാണിച്ചു തരാം. അവരുടെ റൂമിൽ 6 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2-3 എണ്ണത്തിൽ മരുന്നുകൾ എന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 എണ്ണം അവരുടേതായ സാധനങ്ങൾ, തുണികൾ എടുത്ത് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുറിയിലത്തെ ഫാൻ വർക്ക് ചെയ്യാത്ത കാരണം ഇവിടെ കെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫാൻ സെറ്റ് ചെയ്ത കാരണം എന്താ പറയുക, കുറച്ചധികം നേരം എനിക്കിപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബെഡിലും ഈ ഒരു കംഫർട്ടറൊക്കെ പുതച്ച് കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പണിയും കഴിച്ച് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും.